നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഗോമതി അലോകിനോട് പറഞ്ഞു, എടാ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് വിശ്വസിപ്പിക്കാൻ നീ വിചാരിച്ചോ? ഒരിക്കലും ഇല്ലടാ. എന്റെ അനു അത്തരൊരു പെൺകുട്ടിയല്ല. നിന്നോടൊപ്പം അവൾ ഇറങ്ങി വന്നെന്നോ? ഒരിക്കലും ഞാനിത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നീ കള്ളത്തരം പറഞ്ഞ് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ആര്യം പറഞ്ഞു, എടാ അലോകെ, നീ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ അനിമോളെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു, എന്താടാ ലോകെ, എന്താ സംഭവിച്ചേ? എന്താ കാര്യം എന്താ വെച്ചാ പറ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു. അതേ വല്യച്ച, ഞാനുള്ള സത്യ പറഞ്ഞത്. അവൾ ഇന്നലെ എന്നെ തേടി വന്നു. ഞാനില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചെന്ന് പറഞ്ഞു. ഇന്നലെ ഒരു രാത്രി മുഴുവനും അവൾ എന്നോടൊപ്പം ആയിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോ ആകാശിന് ദേഷ്യം വന്നു. ആകാശ് പറഞ്ഞു, നീ എന്താണ് പറഞ്ഞേ? ഞങ്ങളുടെ അനിമോള് നിന്നോടൊപ്പം ആയിരുന്നോ ഒരു രാത്രി മുഴുവനും? ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയം സുകന്യയുടെ മുഖമൊക്കെ അങ്ങോട്ട് വിളറി വെളുത്തിരിക്കുകയാണ്. അപ്പോഴേക്കും അലോക് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അവളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങള് പരസ്പരം സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ജീവന്റെ അമ്മ പറഞ്ഞു, പരസ്പരം സംസാരിച്ചിരിക്കുമായിരുന്നു പോലും ഒരു രാത്രി മുഴുവനും. ഈ കള്ളക്കഥകളൊക്കെ ഞങ്ങൾ വിശ്വസിക്കണമല്ലേന്ന്. ആ സമയം ഗോമതിയുടെയൊക്കെ തല കുനിഞ്ഞിരിക്കുവാണ്. അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു, എടാ അവള് നിന്നോടൊപ്പം ഉണ്ടെന്നൊക്കെ നീ പറയുന്നുണ്ട്, അല്ല ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. എന്താ അതിന് അനുസരി നിന്നോടൊപ്പം ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ആര്യം പറഞ്ഞു, ഇവനോടൊപ്പം കാണാനോ ഒരു കാരണവശാലും ഇല്ല. എടാ എന്റെ പെങ്ങൾ നിന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പെങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഗോമതി പറഞ്ഞു, അതെ, എന്റെ മോള് നിന്നോടൊപ്പം ഉണ്ടെന്ന് നീ വലിയ വീരവാദം മുഴക്കുന്നുണ്ടല്ലോ. എങ്കിൽ എന്തിയടാ അവൾ എന്തിയടാ അവളെ ഇങ്ങോട്ട് കാണിച്ചു തരാനൊക്കെ പറയാണ്. വെറുതെ കള്ളത്തരവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അനുവിനെ കാണാനില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവന് പുതിയ നമ്പറൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന കല്യാണം മുടക്കാനായിട്ട്. അത് ഈ ജന്മത്തിൽ നടക്കില്ലടാന്നൊക്കെ പറഞ്ഞു. അലോക് പറഞ്ഞു, നിങ്ങൾ ആരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അവളുണ്ടല്ലോ ഈ കാറിനകത്തുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബാലനും ഗോമതി എല്ലാരും ഒന്ന് ഞെട്ടി. നിനക്ക് സംശയമാണല്ലേ? സംശയമുള്ളവര് പോയി നോക്ക്, അവൾ ആ കാറിനകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനന്തം പറഞ്ഞു, എടാ സത്യമാണ് നീ പറയണേ, ഞാൻ എന്തിനാ വലിച്ച കള്ളത്തൻ പറയുന്നേ? അവളവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അലോക് പോയി കാറ് ഡോറ് തുറന്നു കഴിഞ്ഞപ്പത്തിനും അനു പുറത്തേക്ക് ഇറങ്ങി. അനു പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞപ്പത്തിനും ദേവമംഗലംകാർ മുഴുവൻ ഞെട്ടിപ്പോയി. ആർക്കും അത് വിശ്വസിക്കാൻ ഉണ്ടായിരുന്നില്ല. ഇത്ര സമയം മീനാക്ഷിയൊക്കെ തർക്കിച്ചു നിന്നാണ്. പക്ഷെ അനുവിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരും ഇത് പ്രതീക്ഷിച്ചിട്ടായിരുന്ന കാര്യമായിരുന്നില്ലല്ലോ. ഒടുവില് അനുവിന്റെ കയ്യും പിടിച്ചോണ്ട് വന്നിട്ട് അലോക് പറഞ്ഞു, ഇതേ ഇവിടെ ഞാൻ കൊണ്ടുപോയതുപോലെ തന്നെ തിരികെ കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു പോറല് പോലും ഏൽപ്പിച്ചിട്ടില്ല. ഇനിയിപ്പോ മുഹൂർത്തം തെറ്റിയതൊന്നും കാര്യമാക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ ഇവളുടെ കല്യാണം നടത്താൻ നോക്കിക്കോളാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അനു ആകാശമൊക്കെ പരസ്പരം നോക്കുവാണ്. ആ സമയത്ത് അലോക് പറഞ്ഞു, കണ്ടില്ലേ, ഇന്നലെ ഒരു രാത്രി ഇവള് എന്റെ കൂടെ കഴിഞ്ഞൊന്നും നിങ്ങളാരും കാര്യാക്കണ്ട. അതിനകത്തൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ആ ഉറപ്പ് ഞാൻ നിക്ക് തരാന്ന് പറഞ്ഞു. ജീവ, എന്താണെങ്കിലും ഇവളെ പോലൊരു പെണ്ണിനെ നിനക്ക് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അലോക് വലിയ ഡയലോഗ് അടിക്കുവാണ്. ഈ സമയത്ത് അനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അനു വല്ലാത്തൊരവസ്ഥ ഇരിക്കുക. പിന്നീട് അലോകിനെ ഒന്ന് നോക്കിയനു. അതിനുശേഷം അനു എന്ത് ചെയ്തു, തന്റെ കഴുത്തി കിടക്കുന്ന താലി അങ്ങോട്ട് ഉയർത്തി കാണിക്കുകയാണ്. ഗോമതി എല്ലാം ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഗോമതി ചോദിച്ചു, എടി നിനക്ക് എങ്ങനെ തോന്നിയിട്ട് ഇത് ചെയ്യാന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. എന്നിട്ട് ചോദിച്ചു, അനു എന്തായത്, എന്താ നീ കാണിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ലോകം ഒരു ഞെട്ടലോടുകൂടി നോക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോ അനു കഴുത്തേ കിടക്കുന്ന താലി ഉയർത്തി കാണിച്ചിരിക്കുന്നു. താലിയോ? അലോകിന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അത് അലോകിനിട്ട് അനു കൊടുത്തൊരു ഒന്നാന്തരം പണി തന്നെയായിരുന്നു. അനുവിനെ ചീറ്റ് ചെയ്ത് ഉപേക്ഷിച്ച് കളയാനായിരുന്നു അലോകിന്റെ പുറപ്പാട്. ഒരു ദിവസം മൊത്തം ഒരാളുടെ കൂടെ താമസിച്ചാടെ ആരും കെട്ടാൻ തയ്യാറാവില്ലല്ലോ. അപ്പം ദേവമംഗലക്കാർക്കിട്ട് പണി കൊടുക്കണം, അതായിരുന്നു അവന്റെ ഉദ്ദേശ ലക്ഷ്യം. എന്നിട്ടോ കോടീശ്വരിയായ വേറൊരു പെണ്ണിനെ കെട്ടി ജീവിക്കണം. അതും അനന്തം കൊണ്ടുവന്നൊരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷെ അനുവിന് മനസ്സിലായി അത്. അനു മനസ്സിൽ ആ സമയം ചിന്തിക്കുകയാണ്. കാരണം അലോക് അങ്ങോട്ടേക്കൊന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അനു കാറിലിരിക്കുന്നുണ്ടായിരുന്നു. അനു കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളം അടിയൊക്കെ നടക്കുന്നേ. അനു നോക്കിക്കഴിഞ്ഞപ്പത്തിനും ആ താലി അവിടെ ഇരിക്കുന്ന കണ്ടു. താലിമാല അവിടെ ഇരിക്കുന്ന കണ്ടു. അത് മാത്രമല്ല അലോക് വിളിച്ചു പറയുന്നേ, ഇന്നലെ ഒരു രാത്രി മുഴുവനും അവൾ എന്നോടൊപ്പം ആയിരുന്നു എന്നൊക്കെ. അനുവിന് മനസ്സിലായി തന്റെ ജീവിതം ഇവൻ തകർത്തെന്ന്. ഇനിയിപ്പോ ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അനു എന്ത് ചെയ്തു, അവിടെ ഇരുന്ന താലി എടുത്ത് സ്വന്തമായിട്ടെടുത്ത് കഴുത്തേലേക്ക് കെട്ടി. അവനോട്ട് പണി കൊടുക്കണമല്ലോ. അങ്ങനെ താലി കെട്ടിയിട്ടാണ് അനു ഇറങ്ങി വന്നത്. പക്ഷെ അത് അലോക് പോലും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അലോക് അനുവിന്റെ കഴുത്തില്
കെട്ടാൻ വേണ്ടി നേരത്തെ കരുതി വെച്ചിരുന്ന താലിയായിരുന്നു. പക്ഷെ പിന്നീട് അവന് തോന്നി എന്തിനാ ഇവളെ കെട്ടി തന്റെ ജീവിതം കളയണേ, കോടീശ്വര പുത്രെ കെട്ടി ജീവിക്കാലോ എന്നൊക്കെ. ഇവളുടെ കല്യാണം നൈസായിട്ട് മുടക്കി ദേവമംഗലംകാർക്കിട്ട് പണി കൊടുക്കാന്ന്. പക്ഷെ അനു ആ പണി തിരിച്ചു കൊടുക്കുവാണ്. തനിക്കിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വെച്ചോണ്ടിട്ട് കാര്യമില്ലല്ലോ. അലോക് പോലും ഞെട്ടലോടുകൂടി അനുവിനെ നോക്കുവാണ് ആ താലി കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. ആ സമയത്ത് അനു പറഞ്ഞു, അതെ, അലോക് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ്, കള്ളത്തരങ്ങളൊന്നുമില്ല. അലോക് കള്ളത്തരമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അലോക് പറയാത്ത ചില സത്യങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് പറഞ്ഞല്ലേ മതിയാവുള്ളൂ എന്ന് ചോദിച്ചു. അലോക് പോലൊരു അന്താളിപ്പോടുകൂടി അനുവിനെ നോക്കണം. ഈ സമയത്ത് അനു പറഞ്ഞു, അലോക് പറഞ്ഞല്ലോ ഞാൻ അലോകിനെ കാണാനായിട്ട് ഓടി വന്നാന്ന്. പക്ഷെ അലോക് വിളിച്ചിട്ടാ ഞാൻ വന്നേ. ഞാനോ എന്ന രീതിയിൽ അലോക് നോക്കുക. ഇനിയിപ്പൊ അലോകിനൊന്നും പറയാൻ പറ്റില്ലല്ലോ, കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞു വെച്ചിട്ടില്ലേ. അലോക് പറഞ്ഞു, ഞാനല്ലേ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോ എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അത് മാത്രല്ല, ഇനിയിപ്പം അലോകിനെ ഉപേക്ഷിച്ച് ഞാൻ ജീവനോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അലോക് പറഞ്ഞു, കല്യാണ സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വരും. ഒരു കുപ്പി വിഷമൊക്കെ എന്നെ കാണിച്ചു തന്നു. ഇത് കുടിച്ച് ഞാൻ തീരും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ അലോകിനെ കാണാനായിട്ട് പോയത്, അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറഞ്ഞു. സത്യമല്ലേ അലോകെ, ഞാൻ ഈ പറയുന്നൊക്കെ സത്യമല്ലേ എന്ന് ചോദിച്ചു. അലോക് തല കുമ്പിട്ട് നിൽക്കുക. എന്തേലും പറയാനും പ്രവർത്തിക്കാൻ പറ്റുമോ? രാജശ്രീയുടെ മുഖമൊക്കെ അങ്ങ് താന്നു. ഇത്ര സമയം വലിയ അഹങ്കാരത്തോടു കൂടി നിന്നാണ്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, എന്നാലും അനു, നിനക്കൊരു വാക്ക് പറയാൻ മേലായിരുന്നു, നീ എന്ത് പരിപാടിയാ കാണിച്ചെന്നൊക്കെ ചോദിച്ചു. എനിക്ക് അലോകിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പറഞ്ഞു. ഈ സമയത്ത് ഗോമതി വന്നിട്ട് പറഞ്ഞു, എടി എന്താടി നീ പറയണേ? കുടുംബത്തിന് അന്തസ്വാഭിമാനം കളഞ്ഞിട്ട്. അപ്പോഴേക്കും അനു അമ്മയെന്ന് വിളിച്ചു. അമ്മയോ? ആരുടെ അമ്മ? നീ കാരണം ദേ തല കുനിച്ചു പിടിച്ചിരിക്കുന്ന ഒരാളുടെ തെങ്ങ് നോക്ക്, നിന്റെ അച്ഛന്. എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കുന്ന നീ കണ്ടോ? എന്നിട്ട് നീ എന്തൊക്കെയാടി വിളിച്ചു പറയണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഞാനിത് വിശ്വസിക്കില്ല അനു, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഞാനിത് വിശ്വസിക്കില്ല. നീ ആ ലോകിനൊപ്പം ഇറങ്ങിപ്പോയെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഡ്രാമ അലോക് കളിച്ചിട്ടുണ്ട്, അതാന്ന് പറഞ്ഞു. പിന്നീട് ആകാശവും ആനന്ദും എല്ലാവരും കൂടെ ചെന്നിട്ട് അലോകിനും വീണ്ടും എടുത്തിട്ടിരിക്കുവാണ്. നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ലടാ, പെങ്ങളുടെ ജീവിതം നീ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അച്യുതനൊക്കെ വന്ന് തടയുവാണ്. എന്തിനാ അവനെ തല്ലുന്ന? എന്തിനാ അവനെ തല്ലിയിട്ടോ കൊന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ ആദ്യം വിളിച്ച് തല്ലാൻ നോക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ജീവന്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ തല്ലുവോ കൊല്ലുവോ എന്ത് വേണം ചെയ്തു, അതിന് സാക്ഷി പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ചു. ഇവളെപ്പോലൊരു പിഴച്ചവളെ എന്റെ മോന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കിയ ബാല, ഇത് ഞങ്ങൾ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ബാലിനാണെങ്കിൽ അതിന് മറുപടിയില്ല. എന്ത് മറുപടി പറയാനായിട്ടാ? ബാലിനൊന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോഴേക്കും ജീവൻ പറഞ്ഞു, എന്നാലും അനു, നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷയില്ല, നിനക്കൊരു വാക്ക് പറയായിരുന്നു. അപ്പോഴേക്കും അനു പറഞ്ഞു, ശിവ എന്നോട് ക്ഷമിക്ക, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ഒരാളെ സ്നേഹിച്ചിട്ട് അയാളെ വഞ്ചിച്ചിട്ട് വേറൊരു വിവാഹം കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ജീവന്റെ അമ്മ പറഞ്ഞു, ഇനി എന്ത് കണ്ടോണ്ട് നിൽക്കുവാടാ? ഇവളുടെ വേദവാക്യം കേട്ടോണ്ടോ നാണമുണ്ടോടാ? നിന്റെ ജീവിതം തകർക്കാൻ നോക്കിയോളോ ഇവളെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ല. എടാ ബാല, തന്റെ മോള് ഇവളെപ്പോഴൊരു പിഴച്ചവളെ എന്റെ മോന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കിയാൽ തന്നെ ഉണ്ടല്ലോ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, വെറുതെ വിടത്തില്ലടാ. ഇനിയിപ്പം എന്ത് കണ്ടോണ്ട് നിൽക്കുവാടാ, വാടാന്ന് പറഞ്ഞു. അങ്ങനെ ജീവന്റെ അച്ഛനെ ഒക്കെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങിയപ്പോ ജീവന്റെ അച്ഛൻ വന്നിട്ട് ബാലനോട് പറഞ്ഞു, ബാല, ഇത് ഞങ്ങൾ പ്രതീക്ഷയല്ല കേട്ടോ, എന്നാലും നിങ്ങളൊരു അന്തസ്സുള്ളവനാന്ന് കരുതി. പക്ഷേങ്കിൽ ഇതുപോലെ അന്തസ്സില്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് എന്റെ മോന് വേണ്ടിയിട്ട് പെണ്ണെടുക്കാൻ വന്നെന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവരങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ അച്യുതനൊക്കെ ഭയങ്കര സന്തോഷ സമാധാനമൊക്കെ ആയി. ഈ സമയം ഗോമതി വന്നിട്ട് അനുവിനോട് പറഞ്ഞു, എന്നാലും അനു, നീ കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കി കളഞ്ഞല്ലോ. അമ്മേ, ഞാൻ വേണ്ടി കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനു ബാലിന്റെ മുന്നിലേക്ക് എല്ലുവാണ്. ബാലിന്റെ മുന്നിലേക്ക് എന്നിട്ട് ആ കാലിലേക്ക് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കരയുക. അച്ഛാ, എന്നോട് പൊറുക്കച്ച, എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് മീനാക്ഷി മിത്രയൊക്കെ നോക്കി നിൽക്കുക. അനു വലിയവായ കരഞ്ഞുകൊണ്ടാണ് ബാലിന്റെ കാലിലേക്ക് വീണ് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കണേ. എന്ത് ചെയ്യണമെന്ന് പോലും അനുവിന് അറിയണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനൊരിത് കളിച്ചില്ലായിരുന്നെങ്കിൽ അലോക് രക്ഷപ്പെട്ടു പോയാലും, അല്ലെങ്കിൽ ജീവന്റെ വീട്ടുകാരെ സമ്മതിക്കില്ലേ കല്യാണത്തിന്. ഇനി ജീവൻ തന്നെ കരുതി താലി ആർത്തില്ല എന്ന് അനുവിന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു രാത്രി മുഴുവൻ അവനോടൊപ്പം കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോ പിന്നെ ആരെങ്കിലും സമ്മതിക്കുമോ? അങ്ങനെ അലോക്
വേറെ പോയി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ഭാവി തീരുമെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അനു അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അങ്ങനെ അലോകനിട്ട് പണി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.